Good afternoon. Audio video clear ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളിന്ന് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ 4th മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ 1, 2, 3 മൊഡ്യൂള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4ാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. 4ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. 4ാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ്ലി ഡീൽസ് വിത്ത് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സിലബസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഓരോ മൊഡ്യൂളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ 4ാമത്തെ മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് സംസാരിക്കുന്നത് ഫൗണ്ടേഷൻ എഞ്ചിനീയറിങ്ങിനെ പറ്റിയാണ്. തിയറി പോർഷൻ തന്നെയാണ്, പ്രോബ്ലംസ് ഒന്നുമില്ല, കംപ്ലീറ്റ് തിയറിയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അതിൽ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. അത് കഴിഞ്ഞ സെമിസ്റ്ററുകളിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ഫൗണ്ടേഷൻ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പം ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. എന്താണ് ഫൗണ്ടേഷൻ, ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, അത്രയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് മൊഡ്യൂൾ 4 പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഫൗണ്ടേഷൻ എന്താണ് എന്നാണ്. ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ് കംപ്ലീറ്റ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്തായിരിക്കും പഠിക്കാനുണ്ടാവുക? ഫൗണ്ടേഷൻ എന്താണെന്ന് പഠിക്കാനുണ്ടായിരിക്കും. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, പിന്നെ പ്രൊപ്പോർഷനിങ് ഓഫ് ഫൗണ്ടേഷൻ, റെക്ടാങ്കുലർ ഫൂട്ടിംഗ്, ഡിസൈൻ ഓഫ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് യൂസിങ് റാങ്കൈൻസ് ഇക്വേഷൻ. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് പോർഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫൗണ്ടേഷൻ എന്താണ്, ടൈപ്സ്, പ്രൊപ്പോർഷനിങ്, അതുപോലെ അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, റാങ്കൈൻസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അതെങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പോർഷനിൽ പഠിക്കുന്നത്. പിന്നെ സെക്കൻഡ് പോർഷനിൽ വരുന്നത് ഡീപ്പ് ഫൗണ്ടേഷൻ. അപ്പോൾ ഫൗണ്ടേഷൻ തന്നെ രണ്ടെണ്ണം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഷാലോ ഫൗണ്ടേഷൻ ഉണ്ട്, ഡീപ്പ് ഫൗണ്ടേഷൻ ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ മൊഡ്യൂളിൽ സെക്കൻഡ് പോർഷൻ കംപ്ലീറ്റ്ലി ഡീൽ ചെയ്യുന്നത് ഓക്കെ, ഇടയ്ക്കൊരു നെറ്റ് ഇഷ്യൂ വന്നിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ദെൻ നമ്മൾ സെക്കൻഡ് പോർഷനിൽ നമ്മൾ പഠിക്കുന്നത് ഡീപ്പ് ഫൗണ്ടേഷൻ ആണ്. നമുക്കറിയാം ഫൗണ്ടേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷനും. അതിൽ സെക്കൻഡിൽ നമ്മൾ പഠിക്കുന്നത് ഡീപ്പ് ഫൗണ്ടേഷൻ. ഡീപ്പ് ഫൗണ്ടേഷനിൽ നമ്മൾ ഫൈൽ ഫൗണ്ടേഷൻ, നെസസിറ്റി, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈൽസ് അക്കോർഡിംഗ് ടു ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫൈൽസിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ വലുതാണ്. അത് അക്കോർഡിംഗ് ടു മെറ്റീരിയൽസ്, മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലോഡ്, മെത്തേഡ് ഓഫ് ഇൻസ്റ്റാളേഷൻ, യൂസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സോയിൽ, ഇത്രയും ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഡീപ്പ് ഫൗണ്ടേഷന്റെ കേസിൽ. Then well foundation or caison, അതും ഒരു ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ ആണ്. വെൽ ഫൗണ്ടേഷൻ ഓർ കേസൺ എന്ന് പറയുന്നത്. അതിൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് കംപ്ലീറ്റ് വെൽ ഫൗണ്ടേഷനെ പറ്റിയാണ്. അതിനകത്ത് ഷേപ്പ് ഓഫ് വെൽ ആൻഡ് കമ്പോണന്റ് പാർട്സ്, വെൽ സിങ്കിങ്, ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ്, മെഷർ ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റ്, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ് കേട്ടോ, ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് പോർഷൻസിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കാം. വാട്ട് ഈസ് ഫൗണ്ടേഷൻ? ഇത് നമ്മൾ ഫൗണ്ടേഷന്റെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ എന്തിലായിരുന്നു, ബിയറിംഗ് കപ്പാസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫൗണ്ടേഷൻ എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയാം എന്തായിരുന്നു ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം മണ്ണിനടിയിലുള്ള ഭാഗമാണ് സബ് സ്ട്രക്ചർ, മണ്ണിന് മുകളിലുള്ള ഭാഗമാണ് സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചറിന്റെ കംപ്ലീറ്റ് ലോഡ് വരുന്നത് ഇതിലേക്കാണ്, ഫൗണ്ടേഷനിലേക്കാണ്. അപ്പൊ അതിനെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ടായിരിക്കണം, ഫൗണ്ടേഷന് ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് ഫൗണ്ടേഷൻ ഇസ് ദ പാർട്ട് ഓഫ് ബിൽഡിംഗ് വിച്ച് ഈസ് ഇൻ ഡയറക്ട് കോണ്ടാക്ട് വിത്ത് ദി ഗ്രൗണ്ട് ആൻഡ് ട്രാൻസ്മിറ്റ് ലോഡ് ഓഫ് ദി സൂപ്പർ സ്ട്രക്ചർ ടു ദി സപ്പോർട്ടിംഗ് സോയിൽ. സൂപ്പർ സ്ട്രക്ചർ എന്നുള്ള ലോഡ് സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആരാണ്, ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ വളരെ നിങ്ങൾ ഫൂട്ടിംഗ് എന്നും കൂടെ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഫൂട്ടിംഗ് എന്താണ്, ഫൗണ്ടേഷൻ എന്താണെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അപ്പൊ ഫൂട്ടിംഗ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് ഫൗണ്ടേഷൻ built with brick work, masonry or concrete to transmit the load directly to the ground. അപ്പോൾ ഒരു ഫൗണ്ടേഷന്റെ താഴെയുള്ള ഭാഗം അതിനെയാണ് നമ്മൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഇൻ ഡയറക്ട് കോണ്ടാക്ട് വിത്ത് ഗ്രൗണ്ടിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഫൗണ്ടേഷന്റെ ഭാഗത്തിനെയാണ് നമ്മൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫൗണ്ടേഷൻ ഇതാണ് എന്നുണ്ടെങ്കിൽ
നിലത്തിരിക്കുന്ന ഫൗണ്ടേഷൻ ഇതാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് വിചാരിക്കുക. 3D വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ എങ്കിൽ നിങ്ങൾ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഫൂട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, ഒരു ഭാഗത്ത് വിച്ച് ഈസ് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് സോയിൽ, ഇതിനെയാണ് നമ്മൾ ഫൂട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫൗണ്ടേഷന്റെ ഫങ്ഷൻസ് അറിയാം അല്ലെ, പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ടു ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ഓഫ് സ്ട്രക്ചർ over a large bearing area so as to bring the intensity of load within the safe bearing capacity of soil. സൂപ്പർ സ്ട്രക്ചേഴ്സിൽ നിന്ന് വരുന്ന ലോഡുകളെല്ലാം സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ടു ലോഡ് ദി ബിയറിംഗ് സർഫസ് അറ്റ് എ യൂണിഫോം റേറ്റ് ടു അവോയ്ഡ് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഒന്നും ഉണ്ടാകാതെ യൂണിഫോം റേറ്റിൽ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അഗെയിൻ ടു പ്രിവെന്റ് ദ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് സപ്പോർട്ടിംഗ് മെറ്റീരിയൽ, ലാറ്ററൽ മൂവ്മെന്റ് ഇല്ലാതിരിക്കാനും to attain level and firm bed for building operation. അതിന് മുകളിലുള്ള സ്ട്രക്ചേഴ്സിന്, ഫൗണ്ടേഷൻ തൊട്ട് മുകളിലുള്ള സ്ട്രക്ചേഴ്സിന് ഫേം ആൻഡ് ലെവൽ ആയിട്ടുള്ള ഒരു സർഫസ് പ്രൊവൈഡ് ചെയ്യാനും ഫൗണ്ടേഷൻ സഹായിക്കുന്നു. ടു ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദി സ്ട്രക്ചർ ആസ് എ ഹോൾ, സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡുകളുടെ ഈവൻ ഡിസ്ട്രിബ്യൂഷനും ഫൗണ്ടേഷൻ സഹായിക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഇതൊന്നും ചോദിക്കാറില്ല കേട്ടോ, എന്നിരുന്നാൽ പോലും നിങ്ങൾ എന്താണ് ഫൗണ്ടേഷൻ, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് ഇനി ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ അക്കോർഡിംഗ് ടു ടെർസാഗി. ടെർസാഗി എന്ന് പറയുന്നത് ഓസ്ട്രിയൻ സിവിൽ എഞ്ചിനീയർ ആണ്, ഓൾസോ എ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആൻഡ് ജിയോളജിസ്റ്റ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ് ആരായിരുന്നു, കാൾ ടെർസാഗി. അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ ഒരു ബേസിലാണ് നമ്മൾ ഫൗണ്ടേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒരു മേജർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അറിയുമെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു? ഫൗണ്ടേഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ, രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു ഷാലോ ഫൗണ്ടേഷൻ? ഷാലോ നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാലോ വളരെ കുറഞ്ഞ ഡെപ്തിലാണ്, അപ്പൊ വിഡ്ത്ത് ആയിരിക്കും അവിടെ കൂടുതൽ. ഓക്കെ, ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ഈസ് ഈക്വൽ ടു ഓർ ലെസ് ദാൻ ദി വിഡ്ത്ത്. വിഡ്ത്തിനെക്കാളും കുറവ് ഡെപ്ത് ഉള്ള ഫൗണ്ടേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഡെപ്ത് വളരെ കുറവാണ്, വിഡ്ത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡെപ്ത് വളരെ കുറവാണ് എങ്കിൽ അത്തരം ഫൗണ്ടേഷനെയാണ് നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വീടുകളിലും ഒക്കെ കൊടുക്കുന്ന ഫൗണ്ടേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, സാധാരണ നോർമലി കൊടുക്കുന്ന ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് ഷാലോ ഫൗണ്ടേഷൻ. Just below the lowest part of the wall or a column which they support. അത് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്? കോളത്തിന്റെയോ അല്ലെങ്കിൽ വോൾ, അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഡീപ്പ് ഫൗണ്ടേഷൻ. ഡീപ്പ് ഫൗണ്ടേഷൻ പേര് പോലെ തന്നെ എന്തായിരിക്കും? ഡെപ്ത് ആയിരിക്കും കൂടുതൽ, വിഡ്ത്തിനേക്കാൾ കൂടുതൽ ഡെപ്ത് ഉള്ള ഫൗണ്ടേഷനെയാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഡിസ്ട്രിബ്യൂട്ട് ദ സ്ട്രക്ചറൽ ലോഡ് അറ്റ് എ കൺസിഡറബിൾ ഡെപ്ത് ബിലോ ദി ഗ്രൗണ്ട് ലെവൽ. ഒരുപാട് ഡെപ്തിലേക്കാണ് നമുക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്കിൽ എപ്പോഴായിരിക്കും ഒരുപാട് ഡെപ്തിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരിക? ഷാലോ ഫൗണ്ടേഷൻ കൊടുക്കാത്ത കേസിൽ അല്ലെ. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഡെപ്തിലേ ഉള്ളൂ. അപ്പൊ കുറഞ്ഞ ഡെപ്തിൽ നമുക്ക് ഹാർഡ് ആയിട്ടുള്ള സർഫസ് ഒന്നും ഇല്ല എങ്കിൽ അങ്ങോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. ലൂസ് ആയിട്ടുള്ള സോയിൽ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാലോ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അത്തരം കേസുകളിൽ നമുക്ക് ഒരുപാട് താഴോട്ട് ഹാർഡ് സ്ട്രാറ്റം എവിടെയാണോ അത്രയും ഡെപ്തിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം കേസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഡീപ്പ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മേജർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടെർസാഗി. എന്തായിരുന്നു? ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കുക, അപ്പൊ നമുക്ക് ഷാലോ ഫൗണ്ടേഷൻ എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇതൊരു ഗ്രൗണ്ട് ലെവൽ ആണ്. അപ്പൊ കുറഞ്ഞ ഡെപ്തിലാണ് നിൽക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഷാലോ ഫൗണ്ടേഷൻ. ഒരുപാട് ഡെപ്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കതിനെ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് we are discussing about type of foundation. ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ പറഞ്ഞതാണ്. അതിൽ ഷാലോ ഫൗണ്ടേഷൻ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഓർ കണ്ടിന്യൂസ് ഫൂട്ടിംഗ്, സ്പ്രെഡ് ഓർ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, സ്ട്രാപ്പ് ഓർ കാന്റിലിവർ ഫൂട്ടിംഗ്, മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ. Again, deep foundation നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള pile foundation, pier foundation, caisson. And well foundation is a special case of deep foundation and it is included in caisson foundation. Caisson
ഫൗണ്ടേഷനിലാണ് വെൽ ഫൗണ്ടേഷൻ. നമ്മൾ അല്ലെങ്കിൽ കേസിന് അല്ലെങ്കിൽ വെൽ ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. എന്നാലും ദിസ് ഇസ് സ്പെഷ്യൽ കേസ് ഓഫ് കേസ് ഇൻ ഫൗണ്ടേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഇത്രയും മെമ്പേഴ്സ് ഫൗണ്ടേഷനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണെന്ന് ഓടിച്ചു ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇതൊക്കെ എന്താണെന്നും പിന്നെ ഡീപ് ഫൗണ്ടേഷൻ നമുക്ക് ഫൈൽ ഫൗണ്ടേഷനും കേസിനുമാണ് പഠിക്കാനുള്ളത്. ഫൈൽ ഫൗണ്ടേഷനും കേസിനും ഇറ്റ് ഈസ് കൂടുതലായിട്ട് വെൽ ഫൗണ്ടേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് അപ്പൊ നമ്മൾ ടൈപ്പ് ഓഫ് ഷാലോ ഫൗണ്ടേഷനിൽ ഫസ്റ്റ് വൺ എന്തായിരുന്നു? സ്ട്രിപ്പ് ഓർ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് ആയിരുന്നു. സ്ട്രിപ്പ് ഓർ കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. അപ്പൊ അതാണ് ഫിഗറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഇതെന്ന് വെച്ചാൽ ലോഡ് ബെയറിംഗ് ബോൾ അല്ലെങ്കിൽ കോളംസ് അത്തരം കേസിൽ. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് 3 കോളം കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഈ 3 കോളം അടുത്തടുത്തായിട്ടാണ് ക്ലോസ്ലി അറേഞ്ച്ഡ് ആണ്. അടുത്തടുത്തായിട്ടാണ് അറേഞ്ച് ചെയ്ത് ഒരു റോ ഓഫ് കോളം ഉണ്ട്. അടുത്തടുത്തായി അറേഞ്ച് ചെയ്തിട്ടുള്ള റോ ഓഫ് കോളം. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഓരോ കോളത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഫൂട്ടിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒന്ന് എക്കണോമിക്കൽ അല്ല, കാരണം അടുത്തടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് എക്കണോമിക്കൽ അല്ല. അത് അത്രയും നമുക്ക് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും, ബുദ്ധിമുട്ടാണ്, എക്കണോമിക്കൽ അല്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഒരു കോളത്തിന്റെ ഫൗണ്ടേഷൻ വേറൊരു കോളത്തിന്റെ ഫൗണ്ടേഷനായിട്ട് ഓവർലാപ്പിംഗ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്തടുത്തുള്ള കോളം ഒരു റോയിൽ തന്നെ അടുത്തടുത്ത് കോളംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരുമിച്ച് നമ്മൾ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഫിഗറിൽ കാണാനായിട്ട് സാധിക്കും, ഒരുമിച്ചായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെ സോറി സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. ഓക്കെ, അടുത്തടുത്താണ് വരുന്നതെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, when a row of columns which are so closely spaced, it is more economical to provide a strip footing than isolated footing. Isolated footing അല്ലെങ്കിൽ സ്പ്രെഡ് ഫൂട്ടിംഗ് പറഞ്ഞാൽ എന്താ, ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കോളത്തിനും ഓരോ ഫൂട്ടിംഗ് കൊടുക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തടുത്ത് നിൽക്കുന്ന കാരണം ചിലപ്പോൾ ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് എക്കണോമിക്കൽ അല്ല എന്ന് നമുക്ക് പറയാം. അത്തരം കേസിൽ ഒരു റോയിൽ അടുത്തടുത്ത് കോളംസ് വരികയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് ആ കോളത്തിനെല്ലാം കൂടെ ഒരുമിച്ച് ഒരൊറ്റ ഫൂട്ടിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ഈസ് നോൺ ആസ് സ്ട്രിപ്പ് ഫോർ കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. ഓക്കെ, അപ്പൊ ഇതൊരു വോളാണ്. ഇവിടെ കോളത്തിനാണ് കൊടുത്തിരിക്കുന്നത്, സോ കോളം ഫൂട്ടിംഗ് എന്ന് പറയും. ഇനി നമ്മളിവിടെ ഇത് പ്രൊവൈഡ് ചെയ്തൊരു വോളാണ്, ഇവിടെ നിൽക്കുന്ന ഒരു വോളാണ്, ഒരു മതിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന് ഒരുമിച്ച് കൊടുക്കണമെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഫോർ വാൾ നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് സ്പ്രെഡ് ഓർ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. നമ്മൾ നേരത്തെ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ഓരോ കോളത്തിന് സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ഫൂട്ടിംഗ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്പ്രെഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര്. ഓക്കെ, അത് സർക്കുലർ ആവാം, സ്ക്വയർ ആവാം, റെക്ടാങ്കുലർ ആവാം, അല്ലെങ്കിൽ സ്റ്റെപ്പഡ് ആയിരിക്കാം, സ്ലോപ്പഡ് ആയിരിക്കാം. ഈ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ സ്റ്റെപ്പഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും അല്ലെ. ഇതുപോലെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഫൂട്ടിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ കോളം എന്ന് വിചാരിക്കാം. കോളാണെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ഫൂട്ടിംഗ് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ സ്ലോപ്പ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ സ്ലോപ്പ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്ലാനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം അല്ലെ, ഇതുപോലെ കാണാം. സ്ലോപ്പ്ഡ് ഫൂട്ടിംഗ് ആണെങ്കിൽ ഇങ്ങനെ കാണാം. ഈ സിമ്പിൾ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ജസ്റ്റ് ഒരു കോളം ഉണ്ടായിരിക്കും, അതിന് താഴെ ഒരു ഫൗണ്ടേഷൻ. ഓക്കെ, ഇതാണ് സിമ്പിൾ ഫൂട്ടിംഗ്. ക്ലിയർ? അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ കോളത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫൂട്ടിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്പ്രെഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് നമ്മൾ എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുക, രണ്ട് കോളം അടുത്തടുത്ത് വന്നു. ഓക്കെ, അങ്ങനത്തെ കേസിൽ രണ്ട് കോളത്തിനും കൂടെ ഒരുമിച്ച് നമ്മൾ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യും. ഫിഗറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അത്തരം കേസിലാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, സ്ട്രിപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റോ ഓഫ് കോളം, നമ്പർ ഓഫ് കോളംസ് ഒരുമിച്ച് വന്നു ഒരു കോളത്തിൽ വരികയാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ കമ്പൈൻഡ് ഫൂട്ടിംഗ് എപ്പോഴാണെന്ന് വെച്ചാൽ ഇതുപോലെ
അടുത്തടുത്തുള്ള ഫൂട്ടിങ്സ് രണ്ട് കോളം ഇതുപോലെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഒരുമിച്ച് ഒരു ഫൂട്ടിംഗ് കൊടുക്കും. അതിനെയാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇപ്പൊ ഒരു പ്രോപ്പർട്ടി ലൈൻ നമ്മുടെ ഫൂട്ടിങ്ങിന്റെ അവസാനം വന്നിരിക്കുന്നത്, ഇതാണ് നമ്മുടെ ബൗണ്ടറി എന്ന് വിചാരിക്കും. അപ്പൊ ഫൂട്ടിങ്ങിന്റെ അടുത്തായിട്ടാണ് ഒരെണ്ണം വന്ന് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇതിന് മാത്രമായിട്ട് നമ്മളൊരു ഫൂട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ, ഇതിന് മാത്രമായിട്ട് ഈ ഒരു കോളത്തിന് മാത്രമായിട്ട് നമ്മളൊരു ഫൂട്ടിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒന്നുകൂടെ ഇവിടെ മാറ്റി വരയ്ക്കാം. ഇതാണ് നമ്മുടെ ബൗണ്ടറിയോട് ചേർന്ന് നമുക്കൊരു കോളുണ്ട്, ബൗണ്ടറിയോട് ചേർന്നിട്ടൊരു കോളുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫൂട്ടിംഗ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഫൂട്ടിംഗ് നമുക്ക് ഇത് ഇങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിൽ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഈവൺ ആയിരിക്കില്ല. ഓക്കെ, ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഈവൺ ആയിരിക്കില്ല. അതിൽ എക്സെൻട്രിസിറ്റി ഉണ്ട്. ഇതിന് കറക്റ്റ് സെന്ററിൽ കൊണ്ടു നിർത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ അത്തരം കേസിൽ നമ്മൾ ഇവിടെ വേറൊരു കോളം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് രണ്ടിനും കൂടെ ഒരുമിച്ച് ഒരു ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ രണ്ട് രീതിയിൽ കൊടുക്കും. റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആയിട്ടും കൊടുക്കും, ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗ് ആയിട്ടും കൊടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫിഗറിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെക്ടാങ്കുലർ ഫൂട്ടിങ്ങും കമ്പൈൻഡ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആൻഡ് ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗ്. കമ്പൈൻഡ് ഫൂട്ടിംഗിൽ വരുന്നതാണ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആൻഡ് ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗ്. നെക്സ്റ്റ് വൺ, സ്ട്രാപ്പ് ഓർ കാന്റിലിവർ ഫൂട്ടിംഗ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എങ്ങനെയാണ്? ടു ഐസൊലേറ്റ് ഫൂട്ടിംഗ്സ് കണക്റ്റഡ് വിത്ത് എ സ്ട്രക്ചറൽ സ്ട്രാപ്പ് ഓർ എ ലിവർ സച്ച് ദാറ്റ് ദേ ബിഹേവ് ആസ് വൺ യൂണിറ്റ്. രണ്ട് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, ഇവിടെ രണ്ട് കോളം നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. ഈ രണ്ട് കോളത്തിന് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ദേ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഇവിടെ ഒരു ബീം വെച്ച് കണക്ട് ചെയ്തിരിക്കുക. ഈ ബീമിനെയാണ് നമ്മൾ സ്ട്രാപ്പ് ബീം അല്ലെങ്കിൽ കാന്റിലിവർ ബീം, ഇങ്ങനെ ഒരു ബീം വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് സ്ട്രാപ്പ് ബീം അല്ലെങ്കിൽ കാന്റിലിവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അതിന് രണ്ട് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിനെ ഈ ഒരു ബീം വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ദേ ബിഹേവ് ആസ് വൺ യൂണിറ്റ്, ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് തന്നെയാണ് അത് ആക്ട് ചെയ്യുക. അപ്പൊ ഇത്തരം ഫൂട്ടിങ്ങിനെയാണ് സ്ട്രാപ്പ് ഓർ കാന്റിലിവർ ഫൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ട്രാപ്പ് ഓർ കാന്റിലിവർ ഫൂട്ടിംഗ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു കോളം നിൽക്കുന്നത് എങ്ങനെയാണ്? കറക്റ്റ് ആയിട്ടല്ല അല്ലെ. ഇവിടെ ഒരു എക്സെൻട്രിസിറ്റി ഉണ്ട്. അപ്പോ അടുത്തുള്ള കോളം എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണ്. സോ അത്തരം കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് ഫൂട്ടിങ്ങിനെ തമ്മിൽ കണക്ട് ചെയ്യും, ഒരു ബീം വെച്ച് കണക്ട് ചെയ്യും. അപ്പൊ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഈവൺ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ, അടുത്ത ഏതായിരുന്നു? മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഇത് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ, ഇത് നിങ്ങൾ സാധാരണ ഇപ്പൊ നടക്കുന്ന ഒരുപാട് കൺസ്ട്രക്ഷൻ സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. ഇത്തരം ഫൗണ്ടേഷൻ കാണാനായിട്ട് സാധിക്കും. എന്തായിരുന്നു? നമ്മൾക്ക് ഇപ്പോ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഏരിയ ആണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ്, ഒരുപാട് കോളംസ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരം കേസിൽ ആ ഏരിയ മൊത്തം നമ്മൾ എന്ത് ചെയ്യും? കോൺക്രീറ്റ് ചെയ്യും, ഫൗണ്ടേഷൻ ആയിട്ട് എടുക്കും. മൊത്തം ഏരിയ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന് മുകളിലൂടെയാണ് നമ്മൾ കോളംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് മാറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എന്തിനാ വെച്ചാൽ ഇടയ്ക്ക് എന്തെങ്കിലും സെറ്റിൽമെന്റ്, ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ സോയിലിന്റെ കപ്പാസിറ്റി, ബെയറിംഗ് കപ്പാസിറ്റി വളരെ കുറഞ്ഞിട്ടുള്ള സോയിലാണ് എന്നുള്ള കേസുകളിലൊക്കെ നമുക്ക് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. When the allowable soil pressure is low or where the columns and walls are so close that individual footing would overlap or nearly touch each other, അത്തരം കേസിൽ നമുക്ക് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ സോയിൽ ബെയറിംഗ് കപ്പാസിറ്റി വളരെ കുറവായിട്ടുള്ള സോയിലാണ് അവിടെ ഉള്ളത് എങ്കിൽ മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഏത് ഏരിയയിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയ കംപ്ലീറ്റ് കോൺക്രീറ്റ് നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും. ആ ഫൗണ്ടേഷനെയാണ് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് കോളംസ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്പർ ഓഫ് കോളംസ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ കോളത്തിനും ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് എക്കണോമിക്കൽ അല്ല, രണ്ട് ചിലപ്പോൾ അത് ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കംപ്ലീറ്റ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ,
ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? സ്ട്രിപ്പ് ഓർ കണ്ടിന്യൂസ് ഫൂട്ടിംഗ്, സ്പ്രെഡ് ഓർ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, ദെൻ പിന്നെ പഠിച്ചത് ഏതായിരുന്നു? കമ്പൈൻഡ് ഫൂട്ടിംഗ്, ദെൻ സ്ട്രാപ്പ് ഓർ കാന്റിലിവർ ഫൂട്ടിംഗ്, മാറ്റ് ഓർ റാക്ക് ഫൗണ്ടേഷൻ. ഇത്രയും ഫൗണ്ടേഷൻ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അല്ലെ. ഇനി നെക്സ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡീപ്പ് ഫൗണ്ടേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ നേരത്തെ കാണിച്ചതാണ് ഡെപ്ത്. ഇത് ഷാലോ ഫൗണ്ടേഷൻ ആണ്, ഇത് ഡീപ്പ് ഫൗണ്ടേഷൻ ആണ്. ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ഇസ് ഗ്രേറ്റർ ദാൻ ദി വിഡ്ത്, അതിനെയാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്? when the soil at or near the ground surface is not capable of supporting a structure. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറിന് തൊട്ട് താഴെയുള്ള സോയില് സ്റ്റേബിൾ അല്ല, അതായത് സ്ട്രെങ്ത് എടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത സോയിലാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുക. അതായത് നമുക്ക് പറയാം ഷാലോ ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഡീപ്പ് ഫൗണ്ടേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഏറ്റവും ഒരുപാട് ഡെപ്തിലേക്കാണ് നമുക്ക് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഫേം ആയിട്ടുള്ള സ്ട്രാറ്റം അല്ലെങ്കിൽ ഒരു ഹാർഡ് ആയിട്ടുള്ള സ്ട്രാറ്റം എത്തുന്ന വരെ നമുക്ക് ഫൗണ്ടേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഡെപ്ത് ഈസ് മോർ ദാൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്തരം ഫൗണ്ടേഷൻസിനെ നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ദാൻ ഷാലോ ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷനേക്കാളും ചെലവ് കൂടുതലായിരിക്കും നമ്മുടെ ഡീപ്പ് ഫൗണ്ടേഷൻ. അപ്പൊ ഡീപ്പ് ഫൗണ്ടേഷൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാം അതുപോലെയുള്ള കൺസ്ട്രക്ഷൻ എല്ലാം നടത്തുമ്പോൾ, വലിയ വലിയ കൺസ്ട്രക്ഷൻ എല്ലാം നടത്തുമ്പോൾ നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഷാലോ ഫൗണ്ടേഷൻ കൊടുക്കാൻ ഇപ്പോ നമ്മുടെ ഡാമിനും അതുപോലെ തന്നെ ബ്രിഡ്ജിനൊക്കെ നമ്മുടെ ഷാലോ ഫൗണ്ടേഷൻ കൊടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും? അത് വളരെ കുറഞ്ഞ ഡെപ്തിലെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ അല്ലെ. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് വലുതാണ്. ബ്രിഡ്ജിനെയും ഡാമിനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ വളരെ ലോഡ് ഉള്ളതാണ്. അപ്പൊ അതിന്റെ അത്രയും ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരുപാട് ഡീപ്പായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേം ആയിട്ടുള്ള ഒരു സ്ട്രാറ്റത്തിലേക്ക് വേണം നമ്മൾ ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പോൾ അത്തരം കേസുകളിലാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ സാധാരണയായി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ ഫസ്റ്റ് വൺ ആണ് പൈൽ ഫൗണ്ടേഷൻ, പിയർ ഫൗണ്ടേഷൻ ആൻഡ് കേസൺ. ഓക്കെ, പൈൽ ഫൗണ്ടേഷൻ, പിയർ ഫൗണ്ടേഷൻ ആൻഡ് കേസൺ. പൈൽ ഫൗണ്ടേഷൻ എന്താണെന്ന് വെച്ചാൽ പൈൽ എന്ന് പറയുന്നത് ഒരു സ്ലെൻഡർ സ്ട്രക്ചറൽ മെമ്പർ ആണ്. സ്ലെൻഡർ ആയിട്ടുള്ള അധികം വെടുത്തില്ലാത്ത സ്ലെൻഡർ ആയിട്ടുള്ള സ്ട്രക്ചറൽ മെമ്പേഴ്സ്. അത് ഒന്നല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ ആകാം, സ്റ്റീലിന്റെ ആകാം, വുഡിന്റെ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പോസിറ്റ് മെറ്റീരിയൽ ആകാം. രണ്ടെണ്ണം ചേർന്നിട്ടുള്ള ഏതെങ്കിലും കോമ്പോസിറ്റ് മെറ്റീരിയൽ ആകാം. അപ്പോൾ അത്തരം മെറ്റീരിയൽസിന്റെ സ്ലെൻഡർ ആയിട്ടുള്ള സ്ട്രക്ചറൽ മെമ്പേഴ്സിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് പൈൽ ഫൗണ്ടേഷൻ. ഓക്കെ, അതുപോലെ പൈലിന് നമുക്ക് ഒന്നല്ലെങ്കിൽ ഹോൾ എക്സ്കവേറ്റ് ചെയ്ത് നമ്മൾ അത്രയും ഡെപ്തിൽ, ആ പൈലിന്റെ ഡെപ്ത് എത്രയാണോ അത്രയും ഡെപ്തിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഡ്രിവൺ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോയിലിനകത്തേക്ക് ഡ്രിവൺ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പൈൽസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇതൊരു സ്ട്രക്ചറൽ, ഇതൊരു പൈല്, ഇത് വേറൊരു പൈല്, ഇത് വേറൊരു പൈൽ, അങ്ങനെ 3 പൈൽ ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ പൈലിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് മുകളിൽ ഒരു പൈൽ ക്യാപ്പും കോൺക്രീറ്റിന്റെ തന്നെ ഒരു സ്ലാബ് പൈൽ ക്യാപ്പും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് മുകളിലാണ് കോളംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് പിയർ ഫൗണ്ടേഷൻ. പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോളം. ഒരു കോളം തന്നെയാണ്, വെർട്ടിക്കൽ ആയിട്ടുള്ള കോളമാണ്. പക്ഷേ പൈലിനെ അപേക്ഷിച്ച് ഇതിന്റെ ക്രോസ് സെക്ഷൻ വളരെ വലുതായിരിക്കും. ക്രോസ് സെക്ഷൻ കൂടുതലുള്ള വെർട്ടിക്കൽ കോളം, അതിനെയാണ് നമ്മൾ പിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഒരു ലാർജർ ഡയമീറ്റർ ഉള്ള ഒരു സിലിണ്ടറിക്കൽ ഹോള്, എത്ര ഡെപ്ത് ആണോ വേണ്ടത് അത്രയും ഡെപ്തിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്തുകൊണ്ടാണ് പിയർ ഫൗണ്ടേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു ഡ്രൈ ഏരിയയിൽ ഒരു ഹോള് ഉണ്ടാക്കും. എത്ര ഡെപ്തിലാണ് നമുക്ക് കൊടുക്കേണ്ടത് അത്രയും ഡെപ്തിലൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, എ കാസ്റ്റ് ഇൻ സിറ്റു പൈൽ ഗ്രേറ്റർ ദാൻ 0.6 meter diameter is generally termed as pier. അപ്പൊ ഒരു
പൈലിലെ ഒരു പൈല് 0.6 മീറ്ററിന് കൂടുതൽ ഡയമീറ്റർ ഉള്ള പൈലുകളെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പിയർ. അപ്പൊ പൈലിനേക്കാൾ കൂടുതൽ ഡയമീറ്റർ ഉള്ള മെമ്പേഴ്സിനെയാണ് പിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിയറിനെ പറ്റി നമുക്ക് നമ്മുടെ സിലബസിൽ കാര്യമായിട്ട് നോക്കാനൊന്നുമില്ല. നമുക്ക് പഠിക്കാനുള്ളത് പൈൽ ഫൗണ്ടേഷനും കേസണും ആണ് പഠിക്കാനുള്ളത്. അപ്പൊ കേസൺ എന്താണ്? ഇറ്റ് ഈസ് എ ഹോളോ വാട്ടർ ടൈറ്റ് ബോക്സ് ഓർ ചേംബർ വിച്ച് ഈസ് sunk through the ground for laying foundation under water. വാട്ടർ നമുക്ക് റിവറിലെ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തുമ്പോൾ അവിടെ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് കേസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കോഫർ ഡാം കേസൺ എന്നൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ കേസൺ എന്ന് പറഞ്ഞാൽ ഹോളോ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. വാട്ടർ ടൈപ്പ് ബോക്സ് ഓർ ചേംബർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് പല ടൈപ്പിലുള്ള കേസൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ പോർഷൻ എത്തുമ്പോൾ നമുക്ക് അവിടെ നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള വെൽ ഫൗണ്ടേഷൻ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കേസൺ. കേസണിൽ തന്നെ വരുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് എന്ത്? വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡീപ് ഫൗണ്ടേഷനിൽ നമുക്ക് നോക്കാനുള്ളത് പൈൽ ഫൗണ്ടേഷൻ, പിയർ ഫൗണ്ടേഷൻ ആൻഡ് കേസൺ. പൈൽ എന്ന് പറയുന്നത് സ്ലെൻഡർ സ്ട്രക്ചറൽ മെമ്പറാണ്. അത് സ്റ്റീൽ ആകാം, വുഡ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പോസിറ്റ് മെറ്റീരിയൽ ആകാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആകാം. ഓക്കെ, പിയർ എന്ന് പറയുന്നത് പൈലിനേക്കാളും ലാർജർ ഡയമീറ്റർ ഉള്ള ക്രോസ് സെക്ഷൻ ഉള്ള വെർട്ടിക്കൽ മെമ്പേഴ്സിനെയാണ് പിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേസൺ എന്ന് പറയുന്നത് ഹോളോ വാട്ടർ ടൈറ്റ് ബോക്സിനെയാണ് കേസൺ എന്ന് പറയുന്നത്. അതിൽ തന്നെ കേസന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ് വെൽ ഫൗണ്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പൈൽ ഫൗണ്ടേഷന്റെയും വെൽ ഫൗണ്ടേഷന്റെയും ഫിഗർ. ഈ വെൽ ഫൗണ്ടേഷൻ നമുക്ക് ഒരു കാര്യമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതിന്റെ കമ്പോണൻസ് ഒക്കെ പഠിക്കുന്നത്. ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു വെൽ ഫൗണ്ടേഷന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഫിഗറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കമ്മിങ് ക്ലാസ്സസിൽ നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് അല്ലെ. ഫൗണ്ടേഷൻ എന്താണെന്ന് നോക്കി, ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ നോക്കി. ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ തന്നെ ഷാലോ ഫൗണ്ടേഷനും ആൻഡ് ഡീപ് ഫൗണ്ടേഷനും നോക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് പ്രൊപ്പോർഷനിങ് ഓഫ് ഫൗണ്ടേഷൻ. പ്രൊപ്പോർഷനിങ് ഫൗണ്ടേഷൻ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഫൗണ്ടേഷന്റെ ഏറ്റവും വലിയ ഫെയിലിയറിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു? ഷിയർ ഫെയിലിയറും സെറ്റിൽമെന്റ് ഫെയിലിയർ ആണ് അല്ലെ. ഫൗണ്ടേഷൻ സെറ്റിൽമെന്റ് ആവാനുള്ള സാധ്യതയുണ്ട്, ഒന്ന് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് താഴ്ന്നു പോകുന്നത്? ഓൾറെഡി ചെറിയൊരു സെറ്റിൽമെന്റ് എല്ലാം അതിൽ അലൗഡ് ആണ്. പക്ഷെ അലൗഡുകൾ സെറ്റിൽമെന്റിനേക്കാൾ കൂടാൻ പാടില്ല ഒരു ഫൗണ്ടേഷനും അല്ലെ. ഇനിയിപ്പോ നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ഒരുപാട് ലോഡുകൾ ഉണ്ട്. ഡെഡ് ലോഡ് ഉണ്ട്, ലൈവ് ലോഡ് ഉണ്ട്, ഇമ്പാക്ട് ലോഡ് ഉണ്ട്. അപ്പൊ ഒരുപാട് ലോഡുകൾ ഉണ്ട്. അപ്പൊ ഈ ലൈവ് ലോഡുകളിൽ വരുന്ന വേരിയേഷൻ കാരണം ചിലപ്പോൾ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഉണ്ടാകാനുള്ള സാധ്യത. ചില ഭാഗം കൂടുതൽ സെറ്റിൽഡ് ആവും. ഫൗണ്ടേഷന്റെ ചില ഭാഗങ്ങൾ കൂടുതലായിട്ട് സെറ്റിൽഡ് ആവും, ചില ഭാഗം കുറച്ച് സെറ്റിൽ ആവുള്ളൂ. അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് നമുക്ക് ഒഴിവാക്കണം, അത് റെഡ്യൂസ് ചെയ്യണം. കംപ്ലീറ്റ്ലി ഒഴിവാക്കാനായിട്ട് പറ്റില്ല, എന്നാലും നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. അപ്പൊ അതെങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നു എന്നതാണ് പ്രൊപ്പോർഷനിങ് ഓഫ് ഫൗണ്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈക്വൽ ആയിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് കൺസിഡറബിളി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊപ്പോർഷനിങ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊപ്പോർഷനിങ് ചെയ്യുന്നത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ വെച്ചാണ് ഫൗണ്ടേഷൻ പ്രൊപ്പോർഷനിങ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ള പെക്കറ്റാൾ എന്ന് പറഞ്ഞൊരു ആളാണ്. അദ്ദേഹത്തിന്റെ പ്രൊസീജിയർ ആണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെന്താണ് സ്റ്റെപ്പുകൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഡെഡ് ലോഡ് ഫ്രം ഈച്ച് കോളം ഇൻക്ലൂഡിംഗ് ദ വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ് ഇസ് ഡിറ്റർമൈൻഡ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ കോളത്തിന്റെയും ഡെഡ് ലോഡ് കണക്കാക്കി വെക്കും. ഫൂട്ടിങ്ങിന്റെ അടക്കം ഉള്ള ഡെഡ് ലോഡുകൾ കണക്കാക്കി വെക്കും. ദെൻ അതിലേക്ക് വരുന്ന മാക്സിമം ലൈവ് ലോഡും ഓരോ ഫൂട്ടിങ്ങിന്റേത് സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കി വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് മാക്സിമം ലൈവ് ലോഡ് ബൈ ഡെഡ് ലോഡ്, ഓരോ ഫൂട്ടിങ്ങിന്റെയും മാക്സിമം ലൈവ് ലോഡ് ഡിവൈഡഡ് ബൈ ഡെഡ് ലോഡ്, ആ ഒരു റേഷ്യോ കണക്കാക്കും. ആദ്യം ഡെഡ് ലോഡ് കണക്കാക്കി വെക്കും, പിന്നീട് ലൈവ് ലോഡ് കണക്കാക്കി വെക്കും, ദെൻ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ലൈവ് ലോഡ് ടു ഡെഡ് ലോഡ്, ഓരോ ഫൂട്ടിങ്ങും സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കി വെക്കും. അതിനുശേഷം അതിൽ ഏതിനാണോ ഏറ്റവും കൂടുതൽ റേഷ്യോ കിട്ടിയത് അതിന് നമ്മൾ ഗവേണിംഗ് ഫൂട്ടിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും. കൂടുതൽ വാല്യൂ കിട്ടിയ ഫൂട്ടിങ്ങിനെ ഗവേണിംഗ് ഫൂട്ടിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ആ ഫൂട്ടിങ്ങിന്റെ, അതായത് ഗവേണിംഗ് ഫൂട്ടിങ്ങിന്റെ ഏരിയ ഈ ഒരു ഇക്വേഷൻ വെച്ച് ഏരിയ ഓഫ് ഗവേണിംഗ് ഫൂട്ടിംഗ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ
this equation, dead load plus live load divided by allowable bearing capacity. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഏരിയ കണ്ടുപിടിച്ച് വെക്കും. ദെൻ സർവീസ് ലോഡ്, ഓരോ ലോഡിലേക്കും ഓരോ ഫൂട്ടിങ്ങിലേക്കും വരുന്ന സർവീസ് ലോഡും കണക്കാക്കി വെക്കും. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഡിസൈൻ ബെയറിംഗ് കപ്പാസിറ്റി QD. അത് ഓരോ ഫൂട്ടിങ്ങിനും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സർവീസ് ലോഡ് ഫോർ ഗവേണിംഗ് ഫൂട്ടിംഗ്, സർവീസ് ലോഡ് ഫോർ ഗവേണിംഗ് ഫൂട്ടിംഗ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഗവേണിംഗ് ഫൂട്ടിംഗ്. ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്. സർവീസ് ലോഡ് ഫോർ ഗവേണിംഗ് ഫൂട്ടിംഗ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഗവേണിംഗ് ഫൂട്ടിംഗ്. ഏരിയ ഓഫ് ഗവേണിംഗ് ഫൂട്ടിംഗ് നമ്മളിവിടെ 4ാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് QD കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏരിയ ഓഫ് ഫൂട്ടിംഗ്, ഓരോ ഫൂട്ടിങ്ങിന്റെ ഏരിയ കാണാനായിട്ട് എന്ത് ചെയ്യും, സർവീസ് ലോഡ് ഫോർ ഏത് ഫൂട്ടിങ്ങിന്റെ ഏരിയ ആണോ കാണേണ്ടത് അതിന്റെ സർവീസ് ലോഡ് ഡിവൈഡഡ് ബൈ QD ചെയ്യും. QD എന്ന് പറയുന്നത് ഡിസൈൻ ബെയറിംഗ് കപ്പാസിറ്റി. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓരോ ഫൂട്ടിങ്ങിന്റെയും ഏരിയ കണ്ടുപിടിച്ച് വെക്കുന്നത്. ഇതിനെയാണ് പ്രൊപ്പോർഷനിങ് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ 7 സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 1ാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഇതിൽ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ആ സ്റ്റെപ്പ് എന്താണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഓരോ ഫൂട്ടിങ്ങും എന്തായിരുന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഓരോ കോളത്തിലേക്കും വരുന്ന ഡെഡ് ലോഡുകൾ കണ്ടുപിടിക്കണം. ദെൻ ലൈവ് ലോഡ് കാണണം, ലൈവ് ലോഡ് ബൈ ഡെഡ് ലോഡ് കണ്ടുപിടിക്കുക. അതിന്റെ ഏരിയ കൂടുതലുള്ള ഫൂട്ടിങ്ങിനെ നമ്മൾ ഗവേണിംഗ് ഫൂട്ടിംഗ് ആയിട്ട് കണക്കാക്കും അല്ലെ. എന്നിട്ട് അതിന്റെ ഏരിയ കാണാനായിട്ട് എന്ത് ചെയ്യണം, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ബൈ അലവബിൾ ബെയറിംഗ് കപ്പാസിറ്റി. ഓക്കെ, ഇനി ഓരോന്നിലേക്കും വരുന്ന സർവീസ് ലോഡ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ബെയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കിട്ടും. എന്താണ്, സർവീസ് ലോഡ് ഓഫ് ഫോർ ഗവേണിംഗ് ഫൂട്ടിംഗ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഗവേണിംഗ് ഫൂട്ടിംഗ്. Then area of other footing കാണാനായിട്ട് സർവീസ് ലോഡ് ഫോർ ദാറ്റ് ഫൂട്ടിംഗ് ഡിവൈഡഡ് ബൈ ഡിസൈൻ ബെയറിംഗ് കപ്പാസിറ്റി. ഓക്കെ, ഈ രീതിയിലാണ്. അപ്പൊ നമുക്ക് ഓരോ ഫൂട്ടിങ്ങിന്റെയും ഏരിയ കിട്ടും. ഈ ഏരിയ ആണ് നമ്മൾ ഓരോ ഫൂട്ടിങ്ങിനും പ്രൊവൈഡ് ചെയ്യുക. എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് കൺസിഡറബിളി റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊപ്പോർഷനിങ് ഓഫ് ഫൗണ്ടേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പോർഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഫൗണ്ടേഷൻ എന്ന് നോക്കി, ഷാലോ ഫൗണ്ടേഷൻ, അതിന്റെ ടൈപ്സ്, ഡീപ് ഫൗണ്ടേഷൻ. ഡീപ് ഫൗണ്ടേഷൻ നമുക്ക് 2ാമത്തെ സെഷനിൽ മീൻസ് സിലബസിലെ 2ാമത്തെ സെഷനിൽ ഡീപ്പായിട്ട് നോക്കാം. ദെൻ നമ്മൾ പ്രൊപ്പോർഷനിങ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അറ്റൻഡൻസ് പറയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അറ്റൻഡൻസ് ലൈവ് ചാറ്റിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഞാൻ നോട്ട് നിങ്ങൾക്ക് തരുന്നില്ല. നോട്ട് ഞാൻ ക്ലാസ് എടുത്ത് നമ്മുടെ മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നോട്ട് തരുന്നുള്ളൂ. ക്ലാസ് കേട്ടിട്ട് തന്നെ നിങ്ങൾ നോട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ലെക്ചർ നോട്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. നോട്ട് തരുന്നില്ല, നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യണം കേട്ടോ.